Satellite station and reduction to sender. In this section, we'll be discussing about what is satellite station and how can we apply corrections on measurements taken on satellite station. Satellite station and reduction to sender. In order to make well-conditioned triangle or for better visibility, objects such as charge spires, towers, etc. are sometimes selected as triangulation stations. It becomes impossible to set up the instrument over such stations for lack of sufficient space. In such cases, some nearby stations called satellite stations are fixed and all observations are made from it. Satellite stations are also known as eccentric station or false station. The angles measured at satellite stations are corrected and reduced to the values they would have been if the true station was occupied. The operation of applying the corrections due to the eccentricity of the station is generally known as reduction to center. As we know, triangulation survey consists of a system of interconnected triangles, each triangle having 3 vertices or 3 corners. ചില കേസസുകളിൽ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് സെലക്ട് ചെയ്യുന്നത് ഫോർ ഗെറ്റിംഗ് ബെറ്റർ വിസിബിലിറ്റി ഓർ ഫോർ ഗെറ്റിംഗ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് some structures, some permanent tall structures like church spires, towers are used as selected as triangulation stations. ഇങ്ങനെ പെർമനൻ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ടോൾ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ചർച്ച് സ്പയേഴ്സ് ടവേഴ്സ് ഒക്കെ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം സ്റ്റേഷനുകളിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് ചെയ്യാനോ ഒബ്സർവേഷൻസ് എടുക്കാനോ പോസിബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ കേസസുകളിൽ some nearby stations called satellite stations are fixed and all observations are made from it. പെർമനൻ്റ് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ എടുക്കാൻ പറ്റാത്ത സ്റ്റേഷൻ്റെ നിയർ ബൈ ആയിട്ട് സാറ്റലൈറ്റ് സ്റ്റേഷൻസ് വേറൊരു സ്റ്റേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഒബ്സർവേഷൻസ് എല്ലാം ആ സ്റ്റേഷൻസ് നിന്നാണ് മേക്ക് ചെയ്യുന്നത്. ഇത്തരം സ്റ്റേഷൻസിന് പറയുന്ന പേരാണ് സാറ്റലൈറ്റ് സ്റ്റേഷൻസ് ഓർ എക്സെൻട്രിക് സ്റ്റേഷൻ ഓർ ഫാൾസ് സ്റ്റേഷൻ. The angles measured at satellite stations are corrected and reduced to the values they would have been if the true station was occupied. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന ആംഗിൾസ്, സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്ന് ഒബ്സർവേഷൻസ് ഒക്കെ നടത്തി മെഷർ ചെയ്തിരിക്കുന്ന ആംഗിൾസ് സം കറക്ഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ട്രൂ സ്റ്റേഷൻസ്, അതായത് ഏത് സ്റ്റേഷൻ്റെ പകരമാണോ സാറ്റലൈറ്റ് സ്റ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്തത്, അപ്പോൾ ആ ട്രൂ സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടേണ്ടിയിരിക്കുന്ന ആംഗിളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അത്രയും കറക്ഷൻസ് അപ്ലൈ ചെയ്ത് ട്രൂ സ്റ്റേഷനിൽ നിന്ന് എടുത്താൽ എത്രയാണോ ആംഗിൾ വരേണ്ടത് ആ ഒരു രീതിയിൽ അത്രയും ആംഗിളാക്കിയിട്ട് അതിന് കറക്ഷൻസ് അപ്ലൈ ചെയ്യും. ഈ കറക്ഷൻ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഡക്ഷൻ ടു സെൻറ്റർ എന്ന് പറയുന്നത്. ഹിയർ in this figure, A, B, C are the 3 triangulation stations. Here S is satellite station. ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് പ്രോബ്ലം ചോദിക്കുന്നത്. എസിൻ്റെ പൊസിഷൻ വേരി ചെയ്തു വരും. എസ് മേ ബി റൈറ്റ് ടു ബി, ബീൻ്റെ റൈറ്റ് സൈഡിലാവാം, അല്ലെങ്കിൽ ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആവാം, അതല്ലെങ്കിൽ ബീൻ്റെ താഴെ ആവാം. അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷനിലേക്ക് എസ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഈ ഒരു ഫിഗർ വെച്ചിട്ട് പിന്നീട് സൈൻ റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഇതിൽ ചില സൈഡുകളും അതേപോലെ ചില ആംഗിളുകളും തരും. എന്നിട്ട് നമ്മുടെ ട്രൂ ആംഗിൾ ആൽഫ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അതായത് ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ആൽഫ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി എസിൽ നിന്നാണ് റീഡിങ്സ് എല്ലാം എടുക്കുന്നത്. ആൽഫ ഈ വാല്യൂസ് ഒക്കെ വെച്ചുകൊണ്ട് ആൽഫ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്നാണ് റീഡിങ്സ് എല്ലാം എടുക്കുന്നത്. ബിയിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു നിയർ ബൈ സ്റ്റേഷൻ എസ് സാറ്റലൈറ്റ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നത്. ആ സാറ്റലൈറ്റ് സ്റ്റേഷൻസിൽ നിന്ന് എല്ലാ ആംഗിൾസും മെഷർ ചെയ്തിട്ട് അത് ആ ആംഗിൾസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. ഈ ഒരു ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കാൻ പഠിക്കാം. ആദ്യം ഒന്നുമില്ല, ജസ്റ്റ് എ ബി സി ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. നെക്സ്റ്റ് ബീൻ്റെ തൊട്ടടുത്തായിട്ട് സാറ്റലൈറ്റ് സ്റ്റേഷൻ എസ് മാർക്ക് ചെയ്യാം. ഹിയർ സൈഡ്സ് ആർ മാർക്ക്ഡ് ആസ് സ്മോൾ എ, സ്മോൾ ബി ആൻഡ് സ്മോൾ സി. വെർട്ടിസസ് എക്ക് നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ സ്മോൾ എ മാർക്ക് ചെയ്യാം.
അതേപോലെ ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൽ സ്മോൾ ബി മാർക്ക് ചെയ്യുക. ക്യാപിറ്റൽ സിക്ക് വെർട്ടിസസ് ക്യാപിറ്റൽ സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൽ സ്മോൾ സി മാർക്ക് ചെയ്യുക. ആൻഡ് ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് സ്റ്റേഷൻ ആൻഡ് ട്രൂ സ്റ്റേഷൻ. സ്റ്റേഷൻ ബിയെ നമുക്ക് ട്രൂ സ്റ്റേഷൻ എന്ന് പറയാം. അതേപോലെ സ്റ്റേഷൻ ബിയിലുള്ള ആംഗിൾ ആൽഫക്ക് നമുക്ക് ട്രൂ ആംഗിൾ എന്ന് പറയാം. ഓക്കെ, ദെൻ ഫ്രം എ വിൽ മേക്ക് ആംഗിൾ ബീറ്റ 1 ആൻഡ് ഫ്രം സി വിൽ മേക്ക് ആംഗിൾ ബീറ്റ 2. ബീറ്റ 1 എന്ന് പറഞ്ഞാൽ ലൈൻ എ എസും ലൈൻ എ ബിയും, അതായത് സാറ്റലൈറ്റ് സ്റ്റേഷനെ കണക്ട് ചെയ്യുന്ന ലൈനും അതേപോലെ ബി എന്ന് പറഞ്ഞാൽ ട്രൂ സ്റ്റേഷനെ കണക്ട് ചെയ്യുന്ന ലൈനും തമ്മിലുള്ള ആംഗിളാണ് ബീറ്റ 1. അതേപോലെ ബീറ്റ 2 ഈസ് മെഷേർഡ് ഫ്രം സി, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ സ്റ്റേഷനും അതേപോലെ സാറ്റലൈറ്റ് സ്റ്റേഷനിലേക്കുള്ള ലൈനും തമ്മിലുള്ള ആംഗിളാണ് ബീറ്റ 2. Then theta and gamma is measured from satellite station. Theta is angle ASC and gamma is angle CSB. നെക്സ്റ്റ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള സൈഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൈൻ റൂൾ അപ്ലൈ ചെയ്യണം. ഓരോ ട്രയാങ്കിളിനും സൈൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇഫ് യു ആർ അപ്ലൈയിങ് സൈൻ റൂൾ ടു ട്രയാങ്കിൾ എ ബി സി, വി ക്യാൻ സേ ദാറ്റ് എ ഡിവൈഡഡ് ബൈ side A divided by sine of angle BAC equal to B divided by sine alpha and C divided by sine of angle ACB. അതായത് ഒരു സൈഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ. അങ്ങനെയാണ് സൈൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം 3 ട്രയാങ്കിൾസിനും സൈൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ട്രയാങ്കിൾ എ ബി സി, അതേപോലെ ട്രയാങ്കിൾ എസ് സി ബി, അതേപോലെ ട്രയാങ്കിൾ എ എസ് പി. ഇങ്ങനെ 3 ട്രയാങ്കിളിനും സൈൻ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സൈഡുകൾ എല്ലാം കണ്ടുപിടിക്കുന്നത്, അതേപോലെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. ഈ ഫിഗറിൽ നമ്മൾ ഇഫ് യു ആർ കൺസിഡറിങ് ട്രയാങ്കിൾ എ ബി സി, വി ക്യാൻ സേ ദാറ്റ് ബി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് CAB. Angle CAB is equal to C divided by sine of ACB. Angle ACB. അപ്പോൾ ഇങ്ങനെ സൈൻ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് അൺനോൺ ആയിട്ടുള്ള സൈഡുകളും ആംഗിളുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഫിഗർ പോയിന്റ് എ ബി സി ഈസ് ഈക്വൽ ടു ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ്, എസ് സാറ്റലൈറ്റ് സ്റ്റേഷൻ ഫോർ ബി, ആൻഡ് ഡി eccentric distance between B and S, that is true station and satellite station distance between true station and satellite station. Theta is equal to angle ASC, that is observed angle at satellite station. Alpha is equal to true angle at B, and gamma is equal to angle CSB, observed angle at satellite station. Beta 1 angle SAB, beta 2 angle SCB, and AC equal to B, AB is equal to C, and BC is equal to A. Then we are applying sine rule for triangle ABC. Triangle ABC, A by sine of angle CAB is equal to B by sine alpha is equal to C by sine of angle ACB. From figure we can see A divided by opposite angle, that is this angle CAB. A divided by sine of angle CAB is equal to B divided by sine of alpha equal to C divided by sine of angle ACB. അങ്ങനെയാണ് സൈൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. Then next, to get the values of beta 1 and beta 2, apply sine rule to triangle ABS and triangle CBS. ABS and triangle CBS. ABS എന്ന് പറയുന്ന നേരം ഈ triangle ABS and triangle CBS, ഈ 2 ട്രയാങ്കിളിനൂടെ സൈൻ റൂൾ അപ്ലൈ ചെയ്യുക. മൊത്തത്തിൽ 3 ട്രയാങ്കിൾസിനും സൈൻ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ട്രയാങ്കിൾ എ ബി എസിന് സൈൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡി ബൈ സൈൻ ബീറ്റ 1 ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ തീറ്റ പ്ലസ് ഗാമ കിട്ടും. ഫ്രം ദാറ്റ് സൈൻ ബീറ്റ 1 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഗാമ ബൈ സി. ആൻഡ് ഫ്രം ട്രയാങ്കിൾ സി ബി എസ് സൈൻ ബീറ്റ 2 ഈസ് ഈക്വൽ ടു സിമിലർലി ഡി സൈൻ ഗാമ ഡിവൈഡ് ബൈ എ. അങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടും. Since D is very small in comparison to A and C, the angles beta 1 and beta 2 are extremely small, and we may write
beta 1 seconds is equal to beta 1 in seconds is equal to sin beta 1 divided by sin 1 second is equal to d into sin theta plus gamma divided by c sin 1 second is equal to d into sin theta plus gamma divided by c into 206265. അപ്പോൾ നമുക്കറിയാം ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് സ്റ്റേഷൻ ആൻഡ് ട്രൂ സ്റ്റേഷൻ. അപ്പോൾ ട്രൂ സ്റ്റേഷൻ്റെ ഏകദേശം തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ സാറ്റലൈറ്റ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നത്. ഇത് എനെയും സീനെയും, അതായത് മറ്റ് സൈഡുകൾ ഇൻ കിലോമീറ്റേഴ്സ് ആയിരിക്കും. അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് സൈൻ ബീറ്റ വണ്ണിനെ നമുക്ക് സൈൻ ബീറ്റ വൺ ഡിവൈഡ് ബൈ സൈൻ 1 സെക്കൻഡ് എഴുതിയാൽ അതിൻ്റെ വാല്യൂ ബീറ്റ 1 ഇൻ സെക്കൻഡ്സ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ നേരത്തെ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ സൈൻ ബീറ്റ 1 എന്ന ഇക്വേഷനെ ഡിവൈഡഡ് ബൈ സൈൻ 1 സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ 1ൻ്റെ വാല്യൂ കിട്ടും. അതേപോലെ സൈൻ ബീറ്റ 2നെ ഡിവൈഡഡ് ബൈ സൈൻ 1 സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ 2ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ ബീറ്റ 1ൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി സൈൻ തീറ്റ പ്ലസ് ഗാമ ഡിവൈഡ് ബൈ സി ഡിവൈഡഡ് ബൈ സൈൻ 1 സെക്കൻഡ്. അപ്പോൾ സൈൻ 1 സെക്കൻഡിൻ്റെ വാല്യൂ ആണ് ഇത് 206265. 1 ബൈ സൈൻ 1 സെക്കൻഡിൻ്റെ വാല്യൂ ആണ് 206265. അപ്പോൾ നമ്മുടെ ആംഗിൾ ബീറ്റ 1 ഈസ് ഈക്വൽ ടു വിൽ ഗെറ്റ് ഡി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഗാമ ഡിവൈഡ് ബൈ സി ഇൻറ്റു 206265. പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ 1 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ ആംഗിൾ എല്ലാം കറക്റ്റായിട്ട് അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഈ ഫിഗറിലുള്ള പോലെ തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ 1 ആൻഡ് ബീറ്റ 2 ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. Having determined the values of beta 1 and beta 2, the true angle alpha can be found by angle AOC is equal to angle BAS plus angle CSA, that is equal to beta 1 plus theta, and angle AOC is equal to angle ABC plus angle BCS, that is equal to alpha plus beta 2. ഈ AOCയുടെ രണ്ട് വാല്യൂസ്, ദാറ്റ് ഈസ് ബീറ്റ 1 പ്ലസ് തീറ്റ ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ 2, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് ബീറ്റ 1 മൈനസ് ബീറ്റ 2. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ഫിഗറിൽ നോക്കാം. നമുക്ക് ആൽഫയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2 ഇക്വേഷൻസ് സൈൻ റൂൾ വെച്ചുകൊണ്ട് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് ഈ ആൽഫയും ബീറ്റ 1ഉം ബീറ്റ 2യും തീറ്റയും ഒക്കെ തമ്മിലുള്ളൊരു റിലേഷൻ ഫോം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇൻ ദിസ് ഫിഗർ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ AOC ഈസ് ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് തീറ്റ. ട്രയാങ്കിൾസിൻ്റെ ഇക്വേഷൻസ് വെച്ചുകൊണ്ട്, ട്രയാങ്കിൾസിൻ്റെ റൂൾസ് വെച്ചുകൊണ്ട് നമുക്ക് പറയാം ബീറ്റ 1 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ AOC എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, if this angle is x and angle AOC, this one is angle AOC. അപ്പോൾ നമുക്കറിയാം x പ്ലസ് ആംഗിൾ AOC is equal to 180 ഡിഗ്രി. അതേപോലെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ട്രയാങ്കിൾ AOS കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ബീറ്റ 1 പ്ലസ് തീറ്റ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180, ദാറ്റ് ഈസ് എക്സ് പ്ലസ് ബീറ്റ 1 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു 180. ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് ഇത് രണ്ടിലും എക്സ് കോമൺ ആണ്. ആംഗിൾ AOC ഈസ് ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് തീറ്റ. ആംഗിൾ AOC ഈസ് ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് തീറ്റ. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ബീറ്റ 1 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ AOC കിട്ടി. ഇനി ട്രയാങ്കിൾ COB കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് ബീറ്റ 2 പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു ആംഗിൾ AOC എന്ന് പറയാം. ബീറ്റ 2 പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു ആംഗിൾ AOC എന്നുള്ള റിലേഷൻ ഫോം ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് ആംഗിൾ AOCയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ രണ്ട് കേസിലുള്ള AOCയുടെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ കിട്ടും. ദാറ്റ് ഈസ് ഇൻ ഫസ്റ്റ് കേസ് വി ഗോട്ട് ആംഗിൾ AOC ഈസ് ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് തീറ്റ, ആൻഡ് ഇൻ സെക്കൻഡ് കേസ് വി ഗോട്ട് angle AOC is equal to
ബീറ്റ 2 പ്ലസ് ആൽഫ. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് ബീറ്റ 1 മൈനസ് ബീറ്റ 2. അപ്പോൾ ഇത് ഈ ഒരു കേസിലുള്ള ഇക്വേഷനാണ്. ഫിഗർ എസിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ആൽഫയുടെ വാല്യൂ മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. The above expression for triangle alpha does not cover all the 4 possible cases corresponding to the 4 positions of satellite station. സാറ്റലൈറ്റ് സ്റ്റേഷൻ്റെ എല്ലാ കേസസുകളും ഇത് ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് സാറ്റലൈറ്റ് സ്റ്റേഷൻ എസ് ഈസ് ലെഫ്റ്റ് ടു ദ പോയിൻറ്റ് ബി, ബീൻ്റെ ലെഫ്റ്റ് ആയിട്ടാണ് എസ് എങ്കിലാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. മറ്റ് എസിൻ്റെ പൊസിഷനുകൾ എസ് ബീൻ്റെ റൈറ്റിൽ വരാം, S2, ആൻഡ് എസ് സാറ്റലൈറ്റ് സ്റ്റേഷൻ ട്രയാങ്കിളിൻ്റെ ഉള്ളിലായിട്ട് വരാം, അല്ലെങ്കിൽ എസ് ബീൻ്റെ താഴെ ആയിട്ട് വരാം. അങ്ങനെ 4 പൊസിഷനുകളുണ്ട്. ഓരോ പൊസിഷനിലും ഇക്വേഷനിൽ ചെറിയ ചേഞ്ചസുകളുണ്ട്. ഫസ്റ്റ് കേസ് പൊസിഷൻ 1ൽ ഫസ്റ്റ് കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് S1 ടു ദ ലെഫ്റ്റ് ഓഫ് ബി ദ ട്രൂ ആംഗിൾ ആൽഫ ഇസ് ഇക്വൽ ടു തീറ്റ പ്ലസ് ബീറ്റ 1 മൈനസ് ബീറ്റ 2. ആൽഫ ഇസ് ഇക്വൽ ടു തീറ്റ പ്ലസ് ബീറ്റ 1 മൈനസ് ബീറ്റ 2. അപ്പോൾ ആൽഫയും ബീറ്റ 1ഉം ബീറ്റ 2ഉം തീറ്റയും ഗാമയും ഒക്കെ അതേപോലെ തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ എസിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇക്വേഷൻ മാറും. ദെൻ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ നമുക്ക് കാണാം എസ് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി, S2 ടു ദ റൈറ്റ് ഓഫ് ബി, ബീൻ്റെ റൈറ്റിലാണ്. സാറ്റലൈറ്റ് സ്റ്റേഷൻ ബി എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ റൈറ്റിലാണ്. അപ്പം ബീറ്റ 1ഉം ബീറ്റ 2ഉം തീറ്റയും ഗാമയും ആൽഫയും ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. തീറ്റയും ഗാമയും ഒക്കെ S2ൽ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ട്രൂ ആംഗിൾ ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ മൈനസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2. ഇവിടെ മൈനസ് ബീറ്റ 1നാണുള്ളത്, നേരത്തെ ബീറ്റ 2നായിരുന്നു. അപ്പോൾ തീറ്റ മൈനസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2. അപ്പോൾ നേരത്തെ പോലെ ഈ ഫിഗറിലും സൈൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ദെൻ തേർഡ് കേസ് S3 ബിറ്റ്വീൻ AC ആൻഡ് B. S3യുടെ പൊസിഷന് ലൈൻ ACൻ്റെയും ബിൻ്റെയും മിഡിലായിട്ട്, അതായത് ട്രയാങ്കിൾ ABC യുടെ സെൻട്രലായിട്ടാണ് സാറ്റലൈറ്റ് സ്റ്റേഷൻ S3 വരുന്നതെങ്കിൽ you have the value of alpha, that is true angle is equal to theta minus beta 1 minus beta 2. ഇവിടെ ബീറ്റ 1നും ബീറ്റ 2നും മൈനസ് ആയിട്ടുണ്ട്. ദെൻ ഫോർത്ത് പൊസിഷൻ S4 ബിലോ ബി, സാറ്റലൈറ്റ് സ്റ്റേഷൻ ബീൻ്റെ താഴെയായിട്ട്, ബീൻ്റെ ലെഫ്റ്റോ റൈറ്റോ അല്ല, ബീൻ്റെ താഴെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ ആൽഫ ഇസ് ഇക്വൽ ടു തീറ്റ പ്ലസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2. എല്ലാത്തിലും തീറ്റയും ബീറ്റ 1ഉം ബീറ്റ 2ഉം ഉണ്ട്. അപ്പോൾ ട്രൂ ആംഗിൾ ആൽഫ ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2. അപ്പോൾ 4 കേസസുകൾ ശ്രദ്ധിക്കാം. 4 കേസസുകളിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്നാലും ഫസ്റ്റ് കേസാണ് നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഈ സെക്കൻഡ് കേസ്, തേർഡ് കേസ്, ഫോർത്ത് കേസൊക്കെ ബീറ്റാൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. When a number of angles are observed from the satellite S, it is convenient to assume SB as an arbitrary meridian. The observed angles are then reduced to this meridian and the corrections are computed from the formula beta in seconds is equal to d sin theta divided by capital D into sin 1 second. Here theta is observed angle reduced to the assumed meridian and capital D distance from the true station to the observed station and small d eccentric distance. ഇത് മറ്റൊരു കേസാണ്. Here in this figure we can see B is our true station and S is satellite station and D is the distance between true station and satellite station. ഇപ്പോൾ ഈ കേസിൽ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷന് ഒരുപാട് പോയിന്റിലേക്കുള്ള മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. നേരത്തെ കേസുകളിലൊക്കെ നമ്മൾ A ആൻഡ് C 2 സ്റ്റേഷനുകളിലേക്കുള്ള ആംഗിൾസ് ആണ് എടുത്തിരുന്നത്. ഇവിടെ ഒരുപാട് പോയിന്റുകൾ A1, A2, A3, A4 അങ്ങനെ ഡിഫറെൻറ്റ് പോയിന്റുകളിലേക്ക് മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കേസസുകളിൽ നമ്മൾ SB, അതായത് ലൈൻ കണക്റ്റിംഗ് സാറ്റലൈറ്റ് സ്റ്റേഷൻ ആൻഡ് ട്രൂ സ്റ്റേഷൻ ഈസ് സെലക്റ്റഡ് ആസ് എൻ ആർബിട്രറി മെറിഡിയൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ആ മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റ് പോയിന്റുകളിലേക്കുള്ള ആംഗിൾ എടുക്കുന്നത്. ഹിയർ വി വിൽ സി ടു ദ ഫസ്റ്റ് പോയിന്റ് A1ലേക്കുള്ള angle from arbitrary meridian is theta 1, then A2 ലേക്കുള്ള angle theta 2,
then theta 3 and theta 4. അങ്ങനെ SBA ആർബിട്രറി മെറിഡിയനായിട്ട് തീറ്റ 1, തീറ്റ 2, തീറ്റ 3, തീറ്റ 4 അങ്ങനെ ഓരോ പോയിന്റിലേക്കുള്ളയും ആംഗിൾസ് എടുക്കുന്നു. ദെൻ വി ആർ അപ്ലൈയിങ് സം കറക്ഷൻസ്. A1ലേക്കുള്ള ആക്ച്വൽ ആംഗിൾ അല്ലെങ്കിൽ ആക്ച്വൽ ബിയറിംഗ് ആണ് നമ്മൾക്ക് കാണേണ്ടത്. അതായത് ട്രൂ സ്റ്റേഷൻ എന്നുള്ള ബിയറിംഗ് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഈ തീറ്റ 1ഉം ഈ ബീറ്റ 1ഉം യൂസ് ചെയ്തുകൊണ്ട് കറക്ഷൻസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ തീറ്റ 1 പ്ലസ് ബീറ്റ 1 ആയിരിക്കും ഇവിടെയുള്ള ആക്ച്വൽ ബിയറിംഗ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് A2, ആക്ച്വൽ ബിയറിംഗ് ഓഫ് A2 ഫ്രം ട്രൂ സ്റ്റേഷൻ ഈസ് തീറ്റ 2 പ്ലസ് ബീറ്റ 2 ആൻഡ് ആക്ച്വൽ ബിയറിംഗ് ഓഫ് A3 ഈസ് തീറ്റ 3 പ്ലസ് beta 3. Here beta 1, beta 2, beta 3 and beta 4 calculate ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ബീറ്റ ഇൻ സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു d sin theta divided by capital D into sin 1 second. Here small d is eccentric distance, that is the distance between true station and satellite station, and capital D is the distance from the true station to the observed station. Here ഓരോ സ്റ്റേഷനിലേക്കുമുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ക്യാപിറ്റൽ ഡി ട്രൂ സ്റ്റേഷനിൽ നിന്ന് ഒബ്സർവ്ഡ് സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ A1ൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരം D1 എടുക്കുക, A2ൻ്റെ A2ൻ്റെ ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് D2 എടുക്കുക, A3ൻ്റെ ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് D3 എടുക്കുക. ആൻഡ് തീറ്റ ഹിയർ തീറ്റയുടെ വാല്യൂ വേരി ചെയ്യും. തീറ്റ ഈസ് ദ ഒബ്സർവ്ഡ് ആംഗിൾ റെഡ്യൂസ്ഡ് ടു ദ അസ്യൂംഡ് മെറിഡിയൻ. ഹിയർ തീറ്റ മേ വേരി ആസ് തീറ്റ 1, തീറ്റ 2, തീറ്റ 3 ആൻഡ് തീറ്റ 4. ഫസ്റ്റ് കേസിൽ A1ൻ്റെ ആംഗിൾ മെഷർ ചെയ്യുന്ന A1ൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീറ്റ 1 എടുക്കും, A2ൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീറ്റ 2 എടുക്കും, A3യുടെ കറക്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീറ്റ 3 എടുക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക. നമുക്ക് സാറ്റലൈറ്റ് സ്റ്റേഷനിൽ ഓരോ പോയിന്റിലേക്കും ഒബ്സർവേഷൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബിയറിംഗ് തരും. ഓരോ ആംഗിളിലേക്കും തീറ്റ 1, തീറ്റ 2, തീറ്റ 3, തീറ്റ 4 എന്ന് പറഞ്ഞ ആംഗിൾസ് തരും. അത് വെച്ചുകൊണ്ട് ട്രൂ ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ബീറ്റ 1 കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ ബീറ്റ 2 കാൽക്കുലേറ്റ് ചെയ്യണം, ബീറ്റ 3 കാൽക്കുലേറ്റ് ചെയ്യണം. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ d sin theta divided by capital D into sin 1 second. അപ്പോൾ തീറ്റയുടെ വാല്യൂം ഡിയുടെ വാല്യൂം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ കേസിൽ തീറ്റ 1ഉം D1ഉം ആണ് കൊടുക്കുക, തീറ്റ 1 ആൻഡ് D1. A1ൻ്റെ ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് തീറ്റ 1 ആൻഡ് D1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് B1 കിട്ടും, ബീറ്റ 1 കിട്ടും. അതേപോലെ ബീറ്റ 2 കാൽക്കുലേറ്റ് ചെയ്യുക വിത്ത് യൂസിങ് ദ വാല്യൂ ഓഫ് തീറ്റ 2 ആൻഡ് D2. അങ്ങനെ ഓരോന്നും ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3, ബീറ്റ 4 കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ദ ട്രൂ ബിയറിംഗ് ഓഫ് A1, true bearing of BA1 is beta 1 plus theta 1 and true bearing of BA2 is beta 2 plus theta 2. അങ്ങനെ ഓരോ പോയിൻറ്റിൻ്റെയും ട്രൂ ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചില യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മെത്തേഡുകളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ സെക്ഷൻ എൻഡ് ചെയ്യുന്നു.